പാപിയായിരിക്കുന്ന ഒരു പുരോഹിതനെ ഞാൻ തിരുമേനി എന്ന് വിളിക്കത്തില്ല. പാപിയായിരിക്കുന്ന നരകത്തിലേക്ക് പോകാൻ സ്വയം വിധിക്കപ്പെട്ട ഒരു പുരുഷനെ നോക്കി ഞാൻ എന്നെയും പിതാവേ എന്ന് വിളിക്കത്തില്ല. അതേ പ്രിയപ്പെട്ടവരെ, പിതാവായിട്ട് ഒരുവനേ ഉള്ളൂ, സ്വർഗസ്ഥൻ തന്നെ. നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കല്ല. ആത്മീയമായിട്ട് നിങ്ങൾ ഒരു മനുഷ്യനെ നോക്കി പിതാവേ എന്നോ തിരുമേനി എന്ന് വിളിച്ചാൽ എന്റെ അർത്ഥം ദൈവമെന്ന. അങ്ങനെയാണെങ്കിൽ ദൈവമെന്ന് ഏക പരിശുദ്ധൻ നിങ്ങൾ പറഞ്ഞ അതേ നാവ് കൊണ്ട് തന്നെ മരിച്ചു പോകുന്ന മറ്റ് പാപികളായിരിക്കുന്ന ദൈവങ്ങളെ കൂടെ നിങ്ങൾ അംഗീകരിച്ച് അവന്റെ മുമ്പിൽ നിങ്ങൾ തലകളെ വണക്കുമ്പോൾ ദൈവത്തിന്റെ ക്രോധം എന്നാണ് നിങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ നരകവിധിയിലേക്കുള്ള വഴി എന്താണ് പരസ്യമായിട്ട് തുറന്നിട്ടിരിക്കുകയാണ്. എന്നാൽ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ തെറ്റായിരിക്കുന്ന പ്രവണതകളെ നിങ്ങൾ നീക്കിക്കളയണം. യേശു ക്രിസ്തുവിനെ അല്ലാതെ ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്ന ഒരുവൻ സ്വർഗത്തിൽ നിന്ന് വന്നിട്ടില്ല. യേശു ക്രിസ്തു അല്ലാതെ പാപമില്ലാത്ത ഒരുവൻ ഭൂമിയിലേക്ക് വന്നിട്ടില്ലാത്തത് കൊണ്ടും അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, അവനെ മാത്രമേ നിങ്ങൾ കുമ്പിടാവൂ എന്നുള്ള നിയമത്തിലേക്ക് വരണം. അതിനുശേഷം എന്താണ് ഞാൻ പറഞ്ഞത്? പാപമോചനം, സ്വർഗരാജ്യം നിങ്ങൾ അവകാശമാക്കണമെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ സമാധാനത്തിന്റെ വഴി, ഈ സൗജന്യമായിരിക്കുന്ന രാജ്യം കരസ്ഥമാക്കണമെങ്കിൽ, പേര് കൂട്ടിയെടുക്കണമെങ്കിൽ അതിനുശേഷം നിങ്ങൾ സ്നാനത്തിലേക്ക് വരണം. അതേ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിൽ മരിപ്പാന് നിങ്ങൾ ഒരു മാനസാന്തരപ്പെട്ടതിന് ശേഷമാണ് സ്നാനമേൽക്കേണ്ടത്. അങ്ങനെ സ്നാനമേൽക്കുന്നെങ്കിൽ മാത്രമേ ദൈവം നമുക്ക് എന്താണ് ഈ പേരിൽ കൂട്ടിക്കെട്ടുന്ന അനുഭവത്തിലേക്ക് വരാനൊക്കത്തുള്ളൂ. ആ വില്ലേജ് ഓഫീസറുടെ സൈൻ ആയിരിക്കുന്ന ആ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരണമെങ്കിൽ സ്നാനത്തിലേക്ക് വരണം. അങ്ങനെ മാനസാന്തരപ്പെട്ടതിന് ശേഷം സ്നാനമേൽക്കുമ്പോൾ ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തരും. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവ് നമുക്ക് വരുന്നതാണ് വീണ്ടും ജനനം, പാപമോചനം. ഞാൻ എന്തിനാണ് ഇത്രയും പറഞ്ഞതറിയാമോ? കർത്താവ് എന്നോട് പറഞ്ഞു ഇവിടെ നിന്ന് പ്രസംഗിക്കണം, ആരെങ്കിലും ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് ദൈവം പറയുന്നത്.